ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ലൈനിങ് ചുരിദാറിൽ ക്യാൻവാസ് വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് എങ്ങനെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്ത് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. 8 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയുമാണ് വരുന്നത്. ഈ 4.5 ഇഞ്ച് വീതി വരുന്നത് രണ്ടാക്കി മടക്കിയിട്ടപ്പോഴാണ്. അപ്പോൾ ടോട്ടൽ 9 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്ന നെക്കിൻ്റെ ലെങ്ത്തിനും വിഡ്ത്തിനേക്കാളും 1.5 ഇഞ്ച് കൂടുതൽ ക്യാൻവാസ് എടുത്താൽ മതി. ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗമാണ് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കേണ്ടത്. റഫായിട്ടുള്ള ഭാഗത്താണ് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടുന്ന നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ക്യാൻവാസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് വേണ്ടത് 6.5 ഇഞ്ചാണ്. അപ്പോൾ രണ്ടാക്കി മടക്കിയിട്ടപ്പോഴാണ് 3.25. ലെങ്ത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. ശേഷം നമുക്ക് ഈ 2 പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ലെങ്ത്തിൻ്റെ പകുതിയിലൊരു മാർക്കിംഗ് കൊടുക്കാം. അതായത് 3.25 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ കോർണറിലേക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പിന് ചുറ്റിലും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 1 ഇഞ്ചിലാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ 2 പോയിൻറ്റിലും നമ്മളൊന്ന് വളച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഈ ഡിസൈൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് നെക്കിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് വരാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ 1-2 പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം. 9 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവുമുള്ളൊരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് നമ്മൾ സെയിം വിഡ്ത്ത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്നാൽ ലെങ്ത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. 3.25 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് പോയിൻറ്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്ത് ബോക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ചുറ്റിലും 1 ഇഞ്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വൈഡായിട്ടുള്ളൊരു യൂനെക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള 2 കട്ട് പീസ് എടുത്തിട്ട് ക്യാൻവാസിനെ ഇതിൽ വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കണം. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗമാണ് തുണിയിൽ വെച്ച് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ചൂടിൽ വേണം അയൺ ചെയ്യാനായിട്ട്. ചൂട് കൂടിപ്പോയാൽ ക്യാൻവാസ് അയൺ ബോക്സിൻ്റെ കൂടെ പോരും. അതിനുശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ ചുറ്റിലും ഒരു 1/2 ഇഞ്ച് തുണി മതി. ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി ക്യാൻവാസിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിനെ നമുക്ക് ഇതുപോലെ രണ്ടാക്കി ഈക്വലായിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസിലും ചെയ്തെടുക്കാം. ഇനി ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ലൈനിങ്ങും നല്ല തുണിയും ഇതുപോലെ മടക്കിയിട്ടിട്ട് സെൻറ്ററിൽ നമുക്ക് ഓരോ നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ മേലേക്ക് നല്ല തുണിയുടെ മോശം ഭാഗം ഇട്ട് കൊടുക്കാം. അതായത് നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല തുണിയുടെ സെൻറ്ററിലായിട്ടും നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് താഴേക്ക് നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം.
ഇങ്ങനെ ചെയ്താൽ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ക്യാൻവാസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് പിന്ന് കുത്തി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നേക്കാം. എന്നിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികിലൂടെ നെക്കിന് ചുറ്റിലും നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ട് കൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം ചുളിവുകൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തോന്നിയാൽ നമുക്ക് ഫൂട്ട് പൊന്തിച്ച് നമുക്ക് ചുളിവുകളെല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നീട് ഫൂട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാം. ഈ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമുക്ക് സൂചി താഴ്ത്തി ഫൂട്ട് പൊന്തിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്യാൻവാസിനൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൂട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇപ്പോൾ ഇതേ നെക്കിന് ചുറ്റിലും നമ്മൾ ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൊടുത്ത പിന്നുകളൊക്കെ ഒന്ന് ഊരിയെടുക്കുക. അതിനുശേഷം ഉൾഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ടിട്ട് കൊടുത്താലാണ് നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം നെക്കിൻ്റെ അരികിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് നെക്കിൻ്റെ ഉൾഭാഗത്ത് കൊടുക്കാം. ക്യാൻവാസും ലൈനിങ്ങും തമ്മിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ലൈനിങ് ഇതുപോലെ മാറ്റി പിടിച്ചിട്ട് നല്ല തുണിയിൽ പെടാതെ വേണം ലൈനിങ്ങും ക്യാൻവാസും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ നമുക്ക് നെക്കിന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങും ക്യാൻവാസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് ഉണ്ടാവുക. ലൈനിങ്ങിലാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്. നല്ല ഭാഗത്തേക്ക് ഈ സ്റ്റിച്ച് വരികയില്ല. ക്യാൻവാസിൽ നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റിച്ച് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്, മറ്റേ സ്റ്റിച്ചാണ് പുറമേക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ, അതായത് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം. ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുക. അതിൽ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിലും നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ നല്ല ഭാഗം നല്ല തുണിയോട് ചേർത്ത് വയ്ക്കാം. ഈ 3 നോച്ചുകളും ഒരേപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ശേഷം ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ പിൻകുത്തി കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികിലൂടെ നെക്കിന് ചുറ്റിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്കിന് ചുറ്റിലും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി ക്യാൻവാസിനെ നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബാക്ക് പാർട്ട് ഇതുപോലെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ്ങിനെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ നിവർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കാം. അതായത് നല്ല ഭാഗവും ചേർത്ത് വേണം വയ്ക്കാനായിട്ട്. 2 നെക്കിൻ്റെയും സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അതായത് ക്യാൻവാസ് രണ്ടും ഇതുപോലെ അടുത്തടുത്ത് വേണം വയ്ക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്  ലൈനിങ് കൊണ്ട് നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. 2 നെക്കിൻ്റെയും സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അതായത് ക്യാൻവാസ് രണ്ടും ഇതുപോലെ അടുത്തടുത്ത് വേണം വയ്ക്കാൻ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്  ലൈനിങ് കൊണ്ട് നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. 2 നെക്കിൻ്റെയും സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അതായത് ക്യാൻവാസ് രണ്ടും ഇതുപോലെ അടുത്തടുത്ത് വേണം വയ്ക്കാൻ.
4 പീസ് ഉണ്ടല്ലോ, 2 ലൈനിങ്ങും 2 നല്ല പീസും, അത് 4ഉം ഒരേ ലെവലിൽ വെച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് പിൻകുത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുണ്ട്. അങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ അവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ ഇപ്പോഴാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നെക്കിൻ്റെ അവിടുന്ന് ഒരു 1/2 ഇഞ്ചിലൊരു സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ലൈനിങ്ങിനെ നമുക്ക് ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെക്കാം. അതിനുശേഷം 2 സ്റ്റിച്ചുകൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് കൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിനെ ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. ശേഷം നമുക്ക് പിൻകുത്തി കൊടുക്കാം. 4 പീസും 2 ലൈനിങ്ങും 2 നല്ല പീസും ഒരേ ലെവലിൽ വരണം. എന്നിട്ട് പിൻകുത്തി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ നമുക്ക് 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ഷോൾഡറും 2 സ്റ്റിച്ച് വീതം കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഷോൾഡറും നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.